സ്കൂപ്പുകൾ തേടിയുള്ള യാത്ര. അത്തരം ഒരു യാത്രയെക്കുറിച്ച്, കേരളത്തെ ഞെട്ടിച്ച ആ സ്കൂപ്പിനെ കുറിച്ച് ആണ് ഇന്ന് പറയും. അപൂർവമായ വാർത്ത, ആരും പുറത്തുവിടാത്ത വാർത്ത. അത് പത്രത്തിലായാലും ദൃശ്യമാധ്യമത്തിലായാലും സ്കൂപ്പായി വരുമ്പോൾ അതിന് കിട്ടുന്ന പ്രചാരവും അംഗീകാരവും വളരെ വലുതാണ്. സ്കൂപ്പ് എവിടെ നിന്നും കിട്ടാം. അത്തരത്തിൽ അത്യപൂർവമായ ഒരു സ്കൂപ്പ് ലഭിച്ചത് ആനവണ്ടി എന്ന് നമ്മൾ പറയുന്ന KSRTC ബസ്സിനകത്ത് വെച്ചാണ്. ദീപികയുടെ പാലക്കാട് ലേഖകനായിരുന്ന, ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത, അന്തരിച്ച ദീപിക ബ്യൂറോ ചീഫായിരുന്ന PKC അബ്ദുള്ളക്കുട്ടി, മലയാളം എക്സ്പ്രസിന്റെ ബ്യൂറോ ചീഫായിരുന്ന CA കൃഷ്ണൻ, അദ്ദേഹം പിന്നീട് കേരളകൗമുദി തൃശൂർ ബ്യൂറോ ചീഫായിരുന്നു. ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. ഞങ്ങൾ ഒരു കോയമ്പത്തൂർ യാത്രയ്ക്ക് KSRTC ബസ്സിൽ പുറപ്പെട്ടു. അപ്പോൾ CA കൃഷ്ണനും PKC അബ്ദുള്ളക്കുട്ടിക്കും ലഭിച്ച സീറ്റ് KSRTC ബസ്സിലെ ഏറ്റവും പുറകിലുള്ള സീറ്റാണ്. ആ പുറകിലെ സീറ്റിന് തൊട്ട് മുന്നിൽ 3 പേർക്കിരിക്കാവുന്ന ഒരു സീറ്റുണ്ട്. ഞാനാകട്ടെ ബസ്സിലെ മുന്നിലെ ഒരു സീറ്റിലാണ് പോയത്. അപ്പോൾ ഇടയ്ക്ക് മുന്നിൽ സീറ്റുകൾ ഒഴിഞ്ഞെങ്കിലും അങ്ങോട്ടേക്ക് വരാൻ അബ്ദുള്ളക്കുട്ടിയും കൃഷ്ണനും തയ്യാറായില്ല. ഇടയ്ക്ക് ബസ് നിർത്തിയപ്പോൾ ഞാൻ അവരോട് ചെന്ന് എന്താ മുന്നിലേക്ക് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാൽ, അവരുടെ മുന്നിലെ സീറ്റിൽ ഇരിക്കുന്ന 3 പേർ ഇറിഗേഷൻ വകുപ്പിലെ പ്രധാനപ്പെട്ട എഞ്ചിനീയർമാരാണ്. അവർക്ക് അബ്ദുള്ളക്കുട്ടിയെയോ കൃഷ്ണനെയോ തിരിച്ചറിയില്ല. പക്ഷേ അബ്ദുള്ളക്കുട്ടിക്ക് ഇവരെ 3 പേരെയും നന്നായി അറിയാം. അപ്പോൾ അവരുടെ സംഭാഷണം കേൾക്കാൻ വേണ്ടി പുറകിലത്തെ സീറ്റിൽ നിന്ന് മുന്നിലെ 3 പേർ ഇരിക്കുന്ന, എഞ്ചിനീയർമാർ ഇരിക്കുന്ന സീറ്റിലേക്ക് ചാഞ്ഞു കിടന്ന് അബ്ദുള്ളക്കുട്ടി ഉറക്കം നടിച്ചു. ഉറങ്ങുകയാണെന്ന വ്യാജേന ചെവി കൂർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് കേരളത്തെ ഞെട്ടിച്ച, അന്ന് മന്ത്രിയായിരുന്ന MB ഗംഗാധരൻ രാജിവെക്കേണ്ടി വന്ന ഒരു വാർത്തയാണ്. വാൽവ് കുംഭകോണം എന്ന് പിന്നെ പ്രചാരം നേടിയ, മന്ത്രിയുടെ രാജിയിൽ കലാശിച്ച ആ സ്കൂപ്പ് അങ്ങനെ ഉറക്കം നടിച്ച ഒരു മാധ്യമ പ്രവർത്തകന് KSRTC യാത്രക്കിടയിൽ ലഭിച്ച സ്കൂപ്പാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാണ് സത്യം. സ്ലൂയിസ് വാൽവ് ഇടപാടിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണം, പൈപ്പ് കുംഭകോണം ആ മന്ത്രിസഭ നടത്തി. അതിൽ ഗംഗാധരനും പ്രധാനപ്പെട്ട എഞ്ചിനീയർമാർക്കും പങ്കുണ്ടെന്നാണ് ഈ എഞ്ചിനീയർമാർ പരസ്പരം അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എല്ലാ വിവരങ്ങളും കേട്ട് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സിറങ്ങിയ ഉടൻ തന്നെ ഞങ്ങൾ പോയ ഉദ്ദേശം മാറ്റിവെച്ച് PKC അബ്ദുള്ളക്കുട്ടിയും കൃഷ്ണനും ഞാനും മടങ്ങി വരികയാണ് ഉണ്ടായത്. മടങ്ങി വന്ന് ആ സ്കൂപ്പ് എഴുതാൻ ഇരിക്കുമ്പോൾ അന്ന് ദേശാഭിമാനി ബ്യൂറോ ചീഫായിരുന്ന NP ചേക്കുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, പിന്നീട് കൈരളിയിലും തേജസ്സിലുമെല്ലാം എഡിറ്ററായി പ്രവർത്തിച്ച NP ചേക്കുട്ടി, ഇന്ത്യൻ എക്സ്പ്രസിലും ദീർഘകാലം അദ്ദേഹം കോഴിക്കോട് ബ്യൂറോ ചീഫായിരുന്നു. അപ്പോൾ ചേക്കുട്ടി പെട്ടെന്ന് ഈ രഹസ്യ വാർത്ത ചർച്ച ചെയ്യുന്നതിനിടയിൽ കടന്നു വരികയാണ്. അപ്പോൾ ചേക്കുട്ടി പറഞ്ഞത്, 2 ദിവസം കഴിഞ്ഞ് ചേക്കുട്ടിക്ക് ഇന്ത്യൻ എക്സ്പ്രസിൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല വാർത്ത വേണം, അത് ഒരു സ്കൂപ്പായാൽ തിരക്കേടില്ല. അപ്പോൾ CA കൃഷ്ണനും PKCയും ഞാനും ഉൾപ്പെടെയുള്ളവർ ആലോചിച്ചു, നമുക്ക് കിട്ടിയ അമൂല്യമായ ഈ സ്കൂപ്പ് നമുക്ക് മാത്രമായി കൊടുക്കണോ, അതെ ഇത് ഒരു ജോലി കാര്യത്തിനായി ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ആളിന് അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമായി മാറണോ? അങ്ങനെ കൂട്ടായ ചർച്ചയിൽ ഞങ്ങൾ ആ വാർത്ത എഴുതണ്ടെന്നും ആ വാർത്ത NP ചേക്കുട്ടിക്ക് നൽകാമെന്നും തീരുമാനിച്ചു. അങ്ങനെ NP ചേക്കുട്ടി ദേശാഭിമാനിയിൽ ലീഡ് വാർത്തയായി ആ സ്കൂപ്പ് പുറത്തു കൊണ്ടുവരികയാണ്. പിറ്റേ ദിവസം വരത്തക്ക നിലയിൽ PKCയും CA കൃഷ്ണനും
ഞാനും എല്ലാം ആ വാർത്ത കൊടുക്കുകയും ചെയ്തു. വാർത്ത പുറത്തു വന്ന് അതിനടുത്ത ദിവസമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ചേക്കുട്ടിയുടെ ഇൻ്റർവ്യൂ. അഭിമുഖത്തിനെത്തിയപ്പോൾ അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ബോർഡ് സ്വീകരിച്ചത് തന്നെ ആ വാർത്തയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ്. ആ ജോലി NB ചേക്കുട്ടിക്ക് ലഭിക്കുകയും പഴയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർവകലാശാല യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്ന NB ചേക്കുട്ടി അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ദേശാഭിമാനിയും പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് അവസാനിപ്പിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കോഴിക്കോട് ലേഖകനായും പിന്നീട് ബ്യൂറോ ചീഫായും മാറുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് വാർത്ത എവിടെ നിന്നും കിട്ടാം. അത് യാത്രക്കിടയിലാവാം. അങ്ങനെ ലഭിച്ച മറ്റൊരു വാർത്തയെക്കുറിച്ച് അടുത്തൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. ആ വാർത്ത, ആ സ്കൂപ്പ് ലഭിച്ചത് ബാറിൽ ഒരു സ്മാൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്.